കണ്ടോ, ഇത് നമ്മളിന്ന് വീട്ടിലുണ്ടാക്കിയെടുത്താണ്. വിത്തൗട്ട് ഷുഗറായും വിത്ത് ഷുഗറായിട്ടും വളരെ ഹെൽത്തി ആയൊരു ഡെയിലി കാപ്പിയും ചായയും ഒഴിവാക്കി യാതൊരു സൈഡ് എഫക്റ്റ് ഇഷ്യൂസും ഇല്ലാതെ ചൂടായോ കൂളായോ കുടിക്കാൻ പറ്റുന്ന നമ്പർ 1 ക്ലാസ് ഹെൽത്ത് ഡ്രിങ്കാണ് കൂട്ടുകാർക്കായിട്ട് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റോൺ കുക്കിംഗ് ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ചേട്ടാ ഇതൊന്ന് കൂട്ടിക്കോളൂ. 100 ഗ്രാം കാഷ്യൂനട്ട് 100 രൂപ, ബദാം പരിപ്പ് 100 ഗ്രാം 100 രൂപ, പീനട്ട് 150 ഗ്രാം 60 രൂപ, പൊരിക്കടല 200 ഗ്രാം 60 രൂപ, ഗോതമ്പ് 250 ഗ്രാം 50 രൂപ, പഞ്ചസാര പൊടിച്ചെടുത്തത് 200 ഗ്രാം 25 രൂപ, പാൽപ്പൊടി 250 ഗ്രാം 100 രൂപ, ചോക്കോ പൗഡർ ചെറിയൊരു പാക്കറ്റ് 50 ഗ്രാമിൻ്റെ 60 രൂപ. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ കൂടെ 2 പാക്കറ്റ് പാലും കൂടെ ചേർക്കുമ്പോൾ മൊത്തം അതുകൊണ്ട് നമ്മളിന്ന് 1.5 കിലോ അടുത്ത് വരുന്ന 4 അംഗ കുടുംബത്തിന് 1 മാസം ഹെൽത്തി ഡ്രിങ്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന അടിപൊളി റെസിപ്പിയാണ് കൂട്ടുകാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഹായ് പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ലൈഫ് സ്റ്റോൺ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാർ, നമ്മുടെ ചാനലിലെ വീഡിയോകൾ കണ്ടു തരുന്ന സപ്പോർട്ടിന് അതിയായ നന്ദിയുണ്ട്. ഒത്തിരി പറഞ്ഞ് താമസിക്കുന്നില്ല, നേരെ നമ്മുടെ ഇന്നത്തെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഏത് പ്രായക്കാർക്കും കഴിക്കാൻ സാധിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടും ഈസി ആയിട്ടും വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കൂട്ടുകാരുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നേരെ വീഡിയോയിലേക്ക്. 100 ഗ്രാം ബദാം നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മറ്റ് ഓയിലൊന്നും ചേർക്കാതെ ചെറിയ ഫ്ലെയിമിൽ നമ്മുടെ ഈ ബദാം ചേർത്ത് കൊടുക്കാം. തുടരെ ഇളക്കി കരിഞ്ഞു പോകാതെ ഈ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് നല്ല വലിപ്പമുള്ള കാഷ്യൂനട്ടാണ് വറുത്തെടുക്കേണ്ടത്. കാഷ്യൂനട്ട്സിന് തൊണ്ട് ഇല്ലാത്തതുകൊണ്ട് വളരെ വേഗം നമുക്കിത് വറുത്തെടുക്കാൻ സാധിക്കും. ഇപ്പോൾ കാഷ്യൂനട്ടിന് നമ്മൾ ഓയിൽ ചേർക്കേണ്ട. തുടരെ ഇളക്കി ഒരു 4 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ കാഷ്യൂനട്ടും ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി നമുക്ക് വേണ്ടത് പീനട്ട്സാണ്. 150 ഗ്രാം പീനട്ട്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതും തൊണ്ട് നമ്മൾ എടുത്തിട്ടില്ല, അത് ഒഴിവാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതിനാൽ നമുക്ക് വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ സാധിക്കും. പീനട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വറുത്തതിന് ശേഷമേ നമ്മൾ പീനട്ട് പൊടിച്ചെടുക്കാവൂ. വറുക്കാതെ നമ്മൾ ഒരിക്കലും പീനട്ട് പൊടിച്ചെടുക്കരുത്. പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് കട്ടിയായി പോകും. എനിക്ക് ചെറിയൊരു പണി കിട്ടി. ഞാൻ വറുക്കാതെ പീനട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. ആദ്യം പൊടിയൊക്കെ ആയിട്ട് വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതങ്ങ് കട്ടയായിപ്പോയി. അപ്പോൾ കൂട്ടുകാർ എപ്പോഴെങ്കിലും പീനട്ട് പൊടിക്കുമ്പോൾ ഫ്രൈ ചെയ്തതിന് ശേഷമേ പൊടിക്കാവൂ. അങ്ങനെ നമ്മൾ എല്ലാ ഐറ്റവും നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഓയിൽ ഒഴിവാക്കി വറുത്തെടുത്തിട്ടുണ്ട്. ഈ വറുത്തെടുത്ത നട്ട്സുകളെല്ലാം നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാ ഐറ്റവും നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ഗോതമ്പ് നമ്മൾ പൊടിച്ചതിന് ശേഷമാണ് വറുക്കുന്നത്. നല്ല സ്മൂത്തായ പൊടി ആയതുകൊണ്ട് തന്നെ വേഗം ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഗോതമ്പ് ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു സുഗന്ധമുണ്ട്. ഏകദേശം 4 മിനിറ്റിനുള്ളിൽ തന്നെ ഗോതമ്പ് നമുക്ക് ഫ്രൈ ആയിട്ട് എടുക്കാൻ സാധിക്കും. നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം വളരെ കുറച്ച് വെച്ചാൽ മതി. നമ്മൾ എല്ലാ ഐറ്റവും തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റം വെച്ചാണ് ഇനി നമ്മൾ നമ്മുടെ ഒരു ഹെൽത്തി ഡ്രിങ്ക് ഉണ്ടാക്കുന്നത്. പൊട്ടുകടല, പൊരിക്കടല ഇതും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാതെയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വളരെ സ്മൂത്തായിട്ട് വേഗം പൊടിഞ്ഞ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതും വറുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അങ്ങനെയെല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. കടല, പൊരിക്കടല, ഗോതമ്പ്, ബദാം, കാഷ്യൂ നട്ട്സ്, പഞ്ചസാര, ഇത്ര ഐറ്റം നന്നായിട്ട് പൊടിച്ചെടുത്തതാണ് കൂട്ടുകാരി കാണുന്നത്. ഇനിയാണ് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മായം ഒട്ടും തന്നെ ഇല്ലാതെയുള്ള നാച്ചുറൽ ഹോർലിക്സ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ഡ്രിങ്ക് റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ 2 ടൈപ്പിലാണ് ഈ ഡ്രിങ്കിന് വേണ്ടിയിട്ടുള്ള മിക്സർ തയ്യാറാക്കുന്നത്. അതിനായിട്ട് മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി ഒന്ന് നമുക്ക് ആദ്യം റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഗോതമ്പ് പൊടിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ചേർക്കാം. ഇനി നമ്മൾ ബദാം പൊടിച്ചതാണ് ചേർക്കുന്നത്. അതുപോലെ കാഷ്യൂ നട്ട്സ് പൊടിച്ച് ചേർക്കുന്നുണ്ട്. പീനട്ട്സ്,
പിന്നീട് പൊടിച്ചെടുത്ത പഞ്ചസാരയും ചേർത്ത് മധുരം കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാര ഇപ്പോൾ നമുക്ക് കൂടുതൽ ചേർക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ ഇത്രയും മധുരമാണ് ചേർക്കുന്നത്. അവസാനമായി നമുക്ക് ഈ ജാറിലേക്ക് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏത് ബ്രാൻഡിൻ്റെ മിൽക്ക് പൗഡർ എടുത്താലും കുഴപ്പമില്ല. അവസാനം നമ്മൾ ചേർക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി 3 അല്ലെങ്കിൽ 4 സ്പൂണ് ചോക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇതും കൂടി ചേർത്ത് കഴിയുമ്പോൾ ശരിക്കും നല്ലൊരു ഹോർലിക്സിൻ്റെ അതേ ഫ്ലേവർ നമുക്ക് ലഭിക്കും. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ആക്കി എടുക്കാം. ഒത്തിരി നേരം ഇത് കറക്കരുത്, ഒത്തിരി നേരം മിക്സ് ആക്കരുത്. ഒത്തിരി നേരം മിക്സ് ആക്കി കഴിഞ്ഞാൽ കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ നന്നായിട്ട് എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഫൈനലായിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഒരേ അളവിൽ തന്നെ കിട്ടും. തരിയുള്ളത് നമുക്ക് ഒഴിവാക്കിയെടുക്കുവാനും സാധിക്കും. നമ്മൾ അരിച്ചെടുത്തപ്പോൾ ഇത്രയും തരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഹോർലിക്സിൻ്റെ അതേ രീതിയിലുള്ള പൗഡറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. രണ്ടാമതായി നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം എടുത്തതുപോലെ തന്നെ എല്ലാം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഷുഗർ ഒട്ടും തന്നെ ചേർക്കുന്നില്ല. ഇവിടെ നമ്മൾ ചോക്കോ പൗഡർ ചേർക്കുമ്പോൾ ഈ രുചി ഇഷ്ടമില്ലാത്തവരുണ്ടാവാം. അതുകൊണ്ട് അല്പം വേണമെങ്കിൽ കുറച്ചെടുക്കാൻ സാധിക്കും. ഇഷ്ടാനുസരണം ചേർത്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 2 രീതിയിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഹോർലിക്സിൻ്റെ അതേ രുചിയാണ്, അതേ സ്മെല്ലാണ്, വളരെ ഹെൽത്തിയുമാണ്. ഇവിടെ നമ്മൾ തയ്യാർ ചെയ്ത് കഴിഞ്ഞപ്പോൾ മധുരമുള്ളത് 1 കിലോയും മധുരമില്ലാത്തത് 1/2 കിലോയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പം നമ്മൾ പുറമെ ഷോപ്പുകളിൽ ചെന്ന് മധുരമുള്ള ഹോർലിക്സ് 1 കിലോ മേടിക്കുമ്പോൾ ഏകദേശം 1500 രൂപ അടുത്തായിട്ട് വരും. ഇടയ്ക്ക് ഞാനൊരു ദിവസം ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ സാധിക്കുന്ന ഹോർലിക്സിൻ്റെ വില ഒരു കടയിൽ ചോദിച്ചപ്പം 1/2 കിലോയ്ക്ക് താഴെ ഏകദേശം 1500 രൂപയ്ക്കിടയിലുള്ള ഒരു വിലയാണ് അവരെന്നോട് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതുപോലെ വീട്ടിൽ ഐറ്റംസ് ഒക്കെ മേടിച്ചു കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടും ടേസ്റ്റി ആയിട്ടും ഈസി ആയിട്ടും എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിൽ നമുക്ക് തയ്യാർ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ മധുരം ഇഷ്ടമുള്ള കുട്ടികൾക്കും റെഡിയാക്കി എടുക്കാം, മധുരമില്ലാത്ത ഷുഗറുകാർക്കും റെഡിയാക്കി എടുക്കാൻ സാധിക്കും. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം. 2 ഗ്ലാസ്സിൽ മധുരം ചേർത്താണ് എടുക്കുന്നത്. അതിലേക്കും നമ്മൾ റെഡിയാക്കിയെടുത്ത പൗഡർ ചേർത്ത് കൊടുക്കുന്നു. അടുത്ത ഗ്ലാസ്സിലേക്ക് മധുരം ഇല്ലാതുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് വിത്തൗട്ട് ഷുഗർ ആയിട്ടുള്ളവർക്ക് കഴിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. കൂടുതൽ നല്ല നല്ല വീഡിയോ ചെയ്യാനുള്ള ഒരു വഴികാട്ടിയായി മാറും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ. എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിച്ച് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എത്താമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോൾ പോകുന്നു. സ്നേഹത്തോടെ താങ്ക്